ഈ ഒരു ക്ഷേത്രം കണ്ടില്ലേ, ഇത് ഗുജറാത്തി ക്ഷേത്രമാണ്. ഗുജറാത്തി ക്ഷേത്രം എന്ന് വെച്ചാൽ ഇത് ഗുജറാത്തികളുടെ ഒരു ക്ഷേത്രമാണ്. കണ്ടില്ലേ, ഇവിടുത്തെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഇവിടുത്തെ ദൈവങ്ങൾ പേരൊന്നും നമുക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല. എല്ലാം നമ്മൾ കൃഷ്ണനും ദേവി അങ്ങനെ പകരത്തിന് അവർക്ക് വേറെ വേറെ ദൈവങ്ങളാണ് ഉള്ളത്. അവർക്കൂടെ മെയിനായിട്ട് ഈ പ്രാവുകളാണ് അവർക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടം. പ്രാവുകൾക്ക് അവർ വലിയൊരു കൂടാരം തന്നെ പണിയുന്നുണ്ട്. അതിൻ്റെ പ്രകാശനമായിരുന്നു കിളികൾക്കുള്ള വീടിൻ്റെ താക്കോൽ ദാനം എന്ന് പറയാം. അത്രയ്ക്ക് അവർ ഗംഭീരമായിട്ട് ഇന്ന് അതിൻ്റെ നടത്താനായിട്ടിരിക്കുക. ഭയങ്കര രസമാണ് കാണാൻ. അവിടുത്തെ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ തന്നെ നമ്മൾ മുഖം നമ്മൾ കൊറോണയ്ക്കൊക്കെ ലേസ് കിട്ടുമല്ലോ, മൂക്കും വായുമൊക്കെ, അതേപോലെ കെട്ടി വേണം നമ്മൾ അവരുടെ ദൈവങ്ങളുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസം ഒരിക്കലും അവരുടെ ദൈവത്തിൻ്റെ മുകളിൽ വീഴരുത്. അതാണ് ഇതൊക്കെ കണ്ടില്ലേ, ഇതാണ് ഇന്നിതിൻ്റെ ഉദ്ഘാടനമാണ്. പ്രാവുകളുടെ കൂടാരം, ഭയങ്കര കെട്ടിടം ഇത്. 4 സൈഡ് എല്ലായിടവും ഉണ്ട്. ഇതിൻ്റെ താക്കോൽദാനമാണ് പ്രാവുകൾക്ക്. കണ്ടില്ല, എൻ്റെ ഇന്ന് നമുക്കിന്ന് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. മലയാളമല്ല, ഇവിടെ എല്ലാം ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ തുറക്കത്തതേ ഉള്ളൂ. രസം കണ്ട് റിബണൊക്കെ ഇവർ കെട്ടിക്കൊണ്ടേ ഇരിക്കുക. നല്ല രസമുണ്ട് കാണാൻ. അമ്പലത്തിൻ്റെ അകമൊക്കെ കാണാൻ ഭയങ്കര പ്രത്യേകതയാണ്. കുറേ ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങൾക്ക് നമ്മൾ പൂവിനൊന്നും പൈസയൊന്നും കൊടുക്കണ്ട. നമ്മളെ കയ്യിൽ 1 രൂപയായാലും ഒരു തട്ടം നിറയെ ഒരു പൂ തരും. ആ പൂവ് കൊണ്ടുവന്ന് നമ്മൾ ഇതിനകത്ത് ദൈവങ്ങളുണ്ട്. എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല, ആരൊക്കെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അവരൊക്കെ നമുക്ക് കൃഷ്ണനെന്നോ മഹാവിഷ്ണു, ദേവി, അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെയൊക്കെ നോക്കി നമുക്ക് നമുക്ക് ദൈവങ്ങളോട് തൊഴുത് പ്രാർത്ഥിക്കാം. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഫസ്റ്റാണ് ഇതിലൂടെ വരുന്നതാണ്. എനിക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട്. പിന്നെ അവിടുത്തെ ഈ നമ്മളെ ബുക്ക് ചെയ്ത ഡോക്ടർ പിന്നെ പറഞ്ഞു, കൃഷ്ണനുണ്ട്, ദേവിയുണ്ട്, ശിവനുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ പ്രതിഷ്ഠകളാണ്. ഇതിന് ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർച്ചീപ്പ് മുഖത്ത് കെട്ടി മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. പോയില്ല. ഏതിലേ മേളിൽ പോണ്ടേ? അപ്പോഴായി ചേച്ചി പറഞ്ഞേ ഇവിടെ ഒരു സൂപ്പർ ഒരു സംഭവം അമ്പലമുണ്ട്, അവിടെ ഒന്ന് പോകാമെന്ന്. ചേച്ചി മലയാളിയാണ്. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ മുകളിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞനുസരിച്ച് ഞാൻ അതിൻ്റെ മുകളിലോട്ട് പോയാ. ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരിങ്ങനെ മുഖം കെട്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ശ്വാസം ദൈവത്തിനൊരിക്കലും, അത് പുറത്തിറങ്ങുമ്പോൾ കർച്ചീപ്പ് മാറ്റാം. ഒരു ചേച്ചിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും ഇതിന് മുകളിൽ തന്നെ ഉണ്ട്. ഇത് എറണാകുളം കഴിഞ്ഞ് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഗുജറാത്തി ക്ഷേത്രം. ഭയങ്കര പുരാതനമായ കാലത്തെ ഉള്ള അമ്പലമാണിത്. നമ്മളിന്നൊരു പ്രോഗ്രാമിന് വന്നുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രം കാണാൻ പറ്റും. ഇതിന് മുകളിലും ഉണ്ട്.
പ്രാവുകളുടെ കൂടാരമാണിത്. പ്രാവുകൾക്ക് പ്രാധാന്യം, പ്രാവുകൾ മാത്രമല്ല എല്ലാ കിളികൾക്കും പ്രാധാന്യമാണ് ഇവിടെ കൊടുക്കുന്നത്. ദൈവങ്ങളെ മുമ്പിലെങ്കിൽ ഇപ്പോൾ കയറാൻ പറ്റത്തില്ല. നമുക്ക് കയറണമെങ്കിൽ ലേസൊക്കെ കെട്ടി പൂവായിട്ട്